വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഷെയ്ൻസ് ക്രേസി ക്രേവിങ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ടൊമാറ്റോ ചട്നി. ദോശയ്ക്ക് അതുപോലെ തന്നെ ഇഡ്ഡലിക്കും കൂടെ കൂട്ടാൻ പറ്റുന്ന സ്വാദിഷ്ടമായ ടൊമാറ്റോ ചട്നി എങ്ങനെ റെഡിയാക്കുന്നു എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് 2 തക്കാളി, പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. ഞാനിത് പാത്രത്തിലേക്ക് ആറാൻ വെച്ചിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് ആറാൻ വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ആറിയിട്ട് നമുക്ക് അടിച്ചെടുക്കാം. ഇത് നന്നായിട്ട് ആറി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് അടിച്ചെടുക്കാം. എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബൗളിലേക്ക് ഒഴിക്കാം. അല്പം വെള്ളം കൂടെ ചേർത്ത് നമുക്കിതിലേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് പാൻ ചൂടാക്കിയിട്ട് താളിച്ച് ഇതിലൊഴിക്കണം. അപ്പോൾ നമുക്ക് താളിപ്പിന് ആവശ്യമായ കടുക്, ചുവന്ന മുളക് നന്നായിട്ട് കഴുകി 2ആയിട്ട് മുറിച്ചിട്ടത്, കറിവേപ്പില, ഉള്ളി അരിഞ്ഞത് ഇത്രയും ചേർത്ത് നമുക്ക് താളിച്ച് ഇതിലേക്ക് ഒഴിക്കാവുന്നതാണ്. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ട് സ്റ്റവ് ഓണാക്കാം. പാൻ ചൂടാട്ടെ. എന്നിട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചിട്ട് താളിച്ചെടുക്കാം. പാൻ നന്നായി ചൂടായി. ഇനി നമുക്ക് അതിലേക്ക് കടുക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരട്ടെ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് അതിനകത്ത് ചേർക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. എന്നിട്ട് ചൂട് വരട്ടെ. ഈ സമയത്ത് തീ കുറച്ച് വയ്ക്കാം. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന ഈ ചട്നി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ജസ്റ്റ് തീ കൂട്ടി വെച്ചിട്ട് കുറച്ചൊന്ന് ചൂടാക്കി എടുക്കാം. ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തു. ഇനി നമുക്ക് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. എല്ലാവരുടെയും പ്രിയപ്പെട്ട ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയും കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ചട്നിയാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ. ബൈ.